ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച തിയേറ്ററെത്തിയ കൂലി എന്ന സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച കൂടിയ 5-ാം ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സൺ പിക്ചേഴ്സ് പുറത്തിറക്കിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 404 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ സിനിമയുടെ കേരളത്തിലെ ഉൾപ്പെടെ വിശദമായ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം ഇന്നലെ കേരളത്തിൽ 2,55,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 21,20,00,000 രൂപയാണ് കൂലി നേടിയെടുത്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കളക്ട് ചെയ്തത് 20,50,00,000 രൂപയായിരുന്നു. ടോട്ടൽ 96,50,00,000 രൂപയാണ് 4 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ. കർണാടകയിൽ നിന്ന് 4 ദിവസം കൊണ്ട് 34 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര, തെലങ്കാന കളക്ഷനായി 50 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഹിന്ദി മേഖല ഉൾപ്പെടെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 29 കോടി ഉൾപ്പെടെ 230,50,00,000 രൂപയാണ് ആദ്യ 4 ദിവസത്തെ ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ. ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് 65 കോടി രൂപയായിരുന്നു. ആദ്യ 4 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ 154,50,00,000 രൂപയുമാണ്. ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ആദ്യ 4 ദിവസം കൊണ്ട് 385 കോടി രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കൂലി നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം 5-ാം ദിവസം ഇന്ന് തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ പൊതുവെ ഈ സിനിമയ്ക്ക് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 1 കോടി റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 5 ദിവസത്തെ കേരള കളക്ഷനായി 22,22,50,00,000 റേഞ്ചിൽ കളക്ഷൻ വരാനാണ് സാധ്യത. ചിത്രം ഇന്ന് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുക്കാൻ സാധ്യത 18-20 കോടി റേഞ്ചിലാണ്. അപ്പോൾ വിവിധ ട്രാക്കേഴ്സ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 5-ാം ദിവസം എന്ന തിങ്കളാഴ്ചയോടെ ഈ സിനിമ 405-410 കോടി റേഞ്ചിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ 420 കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുമുണ്ട്. രജനീകാന്തിന്റെ കൂലി എന്ന സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ വാർ 2 എന്ന ബോളിവുഡ് സിനിമയുടെയും ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഹൃതിക് റോഷൻ, ജൂനിയർ NTR, കിയാര അദ്വാനി എന്നിവർ അഭിനയിച്ച ഈ സിനിമ അയാൻ മുഖർജിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. 4 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പ്രകാരം 312 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 35 ലക്ഷം രൂപയാണ്. 4 ദിവസം കൊണ്ട് 1,65,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. കർണാടകയിൽ 14,45,00,000 രൂപയും ആന്ധ്ര, തെലങ്കാനയിൽ 56,10,00,000 രൂപയും ഈ സിനിമ 4 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് കളക്ഷനായി 4 ദിവസം കൊണ്ട് 4,47,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഹിന്ദി ബെൽറ്റിൽ നിന്ന് 131,70,00,000 രൂപയും സ്വന്തമാക്കി. ടോട്ടൽ 208,25,00,000 രൂപയാണ് 4 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. 4 ദിവസം കൊണ്ട് ഓവർസീസ് കളക്ഷനായി 60 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ടോട്ടൽ 268,25,00,000 രൂപയാണ് ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 5-ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ 15 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 16 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ ലോകമെമ്പാടുമായി 285 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അർജുൻ അശോകൻ നായകനെ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1 തിയേറ്ററിലെത്തി ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നേറുന്ന മലയാള സിനിമയാണ് സുമതി വളവ്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആദ്യ 17 ദിവസം കൊണ്ട് 25 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 17-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 58 ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു. 17 ദിവസം കൊണ്ട് 18,20,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 18-ാം ദിവസം എന്ന തിങ്കളാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ അത്യാവശ്യം മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ 45 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ 18,65,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. ജൂലൈ 25-ന് തിയേറ്ററിലെത്തി വമ്പൻ വിജയം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സൂഫ്രം സോ എന്ന കന്നഡ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 24 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 105 കോടി രൂപയാണ്. കേവലം 4 കോടി മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ മലയാളം പതിപ്പിന് കേരളത്തിൽ വളരെ മികച്ച സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ മലയാളം പതിപ്പിന് 20,75,000 രൂപയായിരുന്നു ഇന്നലത്തെ കളക്ഷൻ. ആദ്യ 17 ദിവസം കൊണ്ട് 7,14,00,000 രൂപ കേരള കളക്ഷനായി മാത്രം ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഓംബാലെ ഫിലിംസ് നിർമ്മിച്ച അശ്വിൻ കുമാർ സംവിധാനം ചെയ്ത മഹാവതാർ നരസിംഹ ഇന്നലെ കേരളത്തിൽ 1.5 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ സിനിമയുടെ 24 ദിവസത്തെ കേരള കളക്ഷൻ 51,50,000 രൂപയാണ്. സിനിമ 24 ദിവസം കൊണ്ട് 250 കോടിക്ക് മുകളിൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുമുണ്ട്. വിദേശ കളക്ഷനായി 16,50,00,000 ഉൾപ്പെടെ ആദ്യ 24 ദിവസം പിന്നിടുമ്പോൾ 267 കോടി രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ ബഡ്ജറ്റും കേവലം 5 കോടിക്ക് താഴെ മാത്രമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനി ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.